നമസ്കാരം. പതിറ്റാണ്ടുകളായി രാജ്യത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന മാരുതി സുസുക്കിയുടെ വാഹനങ്ങളിലൊന്നാണ് മാരുതി സുസുക്കി വാഗണാർ. ഇന്ത്യൻ യാത്രക്കാരുടെ പ്രിയപ്പെട്ട ഹാച്ച്ബാക്ക് മോഡലാണിത്. മെച്ചപ്പെടുത്തിയ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാരുതി വാഗണാറിന്റെ അടുത്ത തലമുറ ഒരു ഹൈബ്രിഡ് ഓപ്ഷനുമായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ട്. ഇതൊരു ജനപ്രിയ ഹാച്ച്ബാക്കിന് ഇന്ധനത്തിനൊപ്പം മികച്ച കാര്യക്ഷമതയും നൽകുന്നുണ്ട്. കമ്പനി വാഗണാറിന് ഒരു ഹൈബ്രിഡ് സജ്ജീകരണം നൽകാൻ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ജപ്പാനിൽ പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന അടുത്ത തലമുറ വാഗണാറിന് 53.26 bhp നൽകുന്ന 0.66 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഇത് 9.69 bhp ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറുമായി ഘടിപ്പിക്കാം. ഇത് കാറിനെ 63.12 bhp പവർ ഹൗസ് ആക്കി മാറ്റുന്നതാണ്. ഹൈബ്രിഡ് സിസ്റ്റം പെട്രോൾ എഞ്ചിനിൽ നിന്ന് 58 Nm ടോർക്കും ഇലക്ട്രിക് മോട്ടോറിൽ നിന്ന് 29.5 Nm ടോർക്കും നൽകുന്നുണ്ട്. വാഗണാർ ഫുൾ ഹൈബ്രിഡ് സുഗമവും കാര്യക്ഷമവുമാണെന്ന് അറിയപ്പെടുന്ന ഇലക്ട്രിക് വേരിയബിൾ ട്രാൻസ്മിഷനുമായാണ് എത്തുന്നത്. കാറിന്റെ നീളം 3395 mm, വീതി 1475 mm, ഉയരം 1650 mm, 2460 mm വീൽ ബേസും 850 കിലോഗ്രാം കർബ് ഭാരവും കാറിനുണ്ടാകും. പെട്രോൾ എഞ്ചിനും ഒരു ഇലക്ട്രിക് മോട്ടോറും ഇന്ധനക്ഷമതയും മലിനീകരണം കുറയ്ക്കുന്നതുമാണ് ഒരു ഫുൾ ഹൈബ്രിഡ് സിസ്റ്റം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് സാങ്കേതിക വിദ്യകൾ. ഫുൾ ഹൈബ്രിഡുകൾ വളരെ കുറഞ്ഞ ദൂരത്തിൽ വൈദ്യുതോർജ്ജത്തിൽ മാത്രമായി പ്രവർത്തിക്കും. അതിനേക്കാൾ ദൈർഘ്യമേറിയ യാത്രകൾക്കായി ഇലക്ട്രിക് പെട്രോൾ പവറിലേക്ക് മാറും. ഈ സാങ്കേതിക വിദ്യ അടുത്ത തലമുറ വാഗണാറിൽ മാരുതി അവതരിപ്പിച്ചേക്കും. അങ്ങനെ ഇത് ജപ്പാനിലെ പൂർണ്ണ ഹൈബ്രിഡ് സംവിധാനമുള്ള ആദ്യത്തെ മിനി കാർ ആക്കി മാറ്റുന്നുണ്ട്. നിലവിലുള്ള വാഗണാർ CNG വേരിയന്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹൈബ്രിഡ് വേരിയന്റിന് 30 km/ലിറ്ററിന് മുകളിൽ പോകാനാകുമെന്നാണ് കരുതപ്പെടുന്നത്. CNG പതിപ്പിന് 33.47 km/kg ലഭിക്കുന്നുണ്ട്. ഇത് ഒരു ഫുൾ ഹൈബ്രിഡ് വാഗണാറിനെ ആകർഷകമാക്കാൻ ഉപഭോക്തൃ നിർദ്ദേശമാക്കി മാറ്റിയേക്കാം. പ്രത്യേകിച്ചും ഇന്ധനവില അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫുൾ ഹൈബ്രിഡുകൾക്ക് സാധാരണ പെട്രോൾ കാറുകളേക്കാൾ വില കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വാഗണാർ ഫുൾ ഹൈബ്രിഡ് മോഡലിനും വില കൂടും. ജപ്പാനിലെ ഹൈബ്രിഡ് വാഗണാറിന് 1.3 മില്യൺ yen വരെ വില വരും. അതായത് ഏകദേശം 7.22 ലക്ഷം രൂപ. ടോപ്പ് ഓഫ്ലൈൻ വേരിയന്റുകൾക്ക് ഏകദേശം 1.9 ദശലക്ഷം yen, അതായത് 10.55 ലക്ഷം രൂപയായിരിക്കും വില വരുന്നത്. ഹൈബ്രിഡ് സംവിധാനത്തിൽ വാഗ്ദാനം ചെയ്യുന്ന മാരുതി വാഗണാറിന് 3395 mm നീളവും 1475 mm വീതിയും 1650 mm ഉയരവും ഉണ്ടായിരിക്കും. ഇതിന്റെ വീൽ ബേസ് 2460 mm ആയിരിക്കും. ഇതുകൂടാതെ അടുത്ത തലമുറ ജാപ്പനീസ് സ്പെക് മോഡലിന് ഫിംഗർ ഡോറുകൾക്ക് പകരം സ്ലൈഡിംഗ് ഡോറുകൾ ലഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹൈബ്രിഡ് വാഗണാർ ഉടൻ ജപ്പാനിൽ അവതരിപ്പിക്കും. ഇതിനുശേഷം ഈ കാറ് ഇന്ത്യയിൽ എത്തിയേക്കുമെന്നും വിവിധ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട്.